ലോറി മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. കരിങ്കൽ ക്വാറിയിലേക്കാണ് ലോറി മറിഞ്ഞത്. ലോറിക്കകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് നിലവിലിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. ഇത് എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? നിലവിലെ സാഹചര്യം എന്താണ്? ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ആദവനാട് ഊരോത്തുപള്ളിയാലിൽ ആണ് ഇത്തരത്തിലൊരു ക്വാറിയിലേക്ക് ഈ സാധന സാമഗ്രികളുമായിട്ട് പോകുന്ന പൊടികൾ ഉൾപ്പെടെയുള്ള വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി പോകുന്ന ഈ മിനി ലോറി മറിഞ്ഞ് അതിലേക്ക് താഴേക്ക് വീണത്. ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കുളമാണ്. കാരണം കരിങ്കലുകളൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിൽ ധാരാളം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറെ നാളുകളായി അത് ഉപയോഗിക്കുന്നൊന്നുമില്ല. മാലിന്യങ്ങൾ അതിനുള്ളിൽ കെട്ടിക്കിടക്കുകയാണ്. മിനി ലോറിയാണ്. അത് പൂർണ്ണമായും താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. കാണാൻ വേണ്ടി സാധിക്കും. തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതിനകത്തേക്ക് ഇറങ്ങി ഒരാൾ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേരാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോറി മറിയുന്ന സമയത്ത് തന്നെ ഒരാൾ അതിൽ നിന്ന് ചാടി പുറത്തിറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരാൾ ഇപ്പോൾ ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോറിയുടെ കുറച്ച് അല്പഭാഗം മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ വെള്ളത്തിനടിയിലേക്കാണ്. ഈ പറഞ്ഞതുപോലെ മാലിന്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ അടിയിൽ എന്താണ് അവസ്ഥ എന്നതിനെ സംബന്ധിച്ച കാര്യവും വ്യക്തമല്ല. കാരണം ഏറെ നാളെ ഉപയോഗിക്കാത്ത ഒരു കുളമാണ്. ധാരാളം മാലിന്യങ്ങളുണ്ട്. ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ട്. ഇതിന്റെ അടിയിൽ എന്താണ് ഈ മണ്ണാണോ ചളിയാണോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പക്ഷെ തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തുകയും രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ ശ്രമിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നാണോ ഗൂഗിൾ പറയുന്നത്? അത്തരത്തിലൊരു സൂചന. കാരണം അതിന്റെ സ്വഭാവം എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യം വ്യക്തമല്ല. പക്ഷെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്. ആ വാഹനം പൊക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നു. നാട്ടുകാരുടെയൊക്കെ സഹകരണവും സഹായങ്ങളും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടാണ് ഈ വാഹനം ഇതിനകത്തേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 2 മണിക്കൂറോളം ആകുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാൾ ഈ വാഹനം മറിയുന്ന സമയത്ത് തന്നെ ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവറാണ് രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു. 2 പേരാണ് വാഹനത്തിനകത്തുണ്ടായിരുന്നത്. ഒരാൾ വെള്ളത്തിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു, സംശയിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് തുടരുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചില്ല. കാരണം 2 പേർ വാഹനത്തിലുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഒരാൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. രണ്ടാമത്തെ ആളെ കണ്ടെത്താൻ സാധിക്കാത്തതിനാലാണ് അത്തരത്തിലൊരു സംശയം ഉണ്ടാവുകയും രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സ്കൂബ ഡൈവേഴ്സ് ഇവിടെയുണ്ട്. വാഹനം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തന്നെ 2 മണിക്കൂർ പിന്നിടുകയാണ് ഈ അപകടം ഉണ്ടായിട്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ലോറിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സമയം കഴിയും തോറും കൂടുതൽ ആശങ്കയുണ്ടാവുകയല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു ആശങ്കയുണ്ട്. അതിനാൽ തന്നെയാണ് ഈ സ്വഭാവം എന്താണ് ഈ കരിങ്കൽ ക്വാറിയുടെ സ്വഭാവം എന്നതിനെ അവഗണിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങുകയും വാഹനം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്കൊക്കെ കടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരാൾ രക്ഷപ്പെടുകയും മറ്റേയാൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു ബോധ്യവും ധാരണയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. ഏകദേശം 2 മണിക്കൂറോളമായി ഇത്തരത്തിൽ അപകടം നടന്നിട്ടുള്ളത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള ഒരു വിഷയം. അതിനാൽ തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് ആളെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് ഒക്കെ കടക്കുന്നത്. ഏറെ നാളെ ഉപയോഗിക്കാത്ത ഒരു കുളമാണ്. കരിങ്കല്ലുകളൊക്കെ പൊട്ടിച്ചു. പക്ഷെ വേനൽക്കാലമായതിനാലും അതിൽ വെള്ളമുണ്ട്. അതിനോടൊപ്പം തന്നെ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താനുള്ള ശ്രമം അതിലേക്ക് ഒരുങ്ങുന്നത്. പക്ഷെ ക്രെയിൻ എത്താത്തതാണ് ഒരു പ്രശ്നമായി കാണുന്നത്. അതിനു മുമ്പ് തന്നെ ഈ വാഹനത്തിനെ കുടുക്കിയിട്ട് വലിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയാണ് പുരോഗമിക്കുന്നത്. ക്രെയിൻ എത്താൻ വൈകുന്നതാണ് ഇതിനെ, അതായത് ഈ വാഹനം ഉയർത്തുന്നതിൽ ഒരു പ്രയാസം സൃഷ്ടിക്കുന്നത്. ഇതിനകത്തേക്ക് ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ ഒരു ദുഷ്കരമായ ഒരു ദൗത്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്തിന് അപകടം നടന്ന 1/2 മണിക്കൂറിനകത്തിന് തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂർ പിന്നിട്ടിട്ടും ആ വാഹനം ഉയർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ അതിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതിനകത്ത് ഒരാളുണ്ടോ, ഒരു ജീവനുണ്ടോ എന്നതിനെ സംബന്ധിച്ച പേടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്ക അയാളെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ധാരാളം മാലിന്യങ്ങളാണ് കെട്ടുകെട്ടായിട്ടാണ് ഇതിലേക്ക് കൊണ്ടിട്ടിട്ടുള്ളത്. ഒരുപാട് ആ പ്രദേശത്തെ മാലിന്യങ്ങളൊക്കെ ഒരുപക്ഷെ അവിടെ ഉണ്ടാകുമെന്ന് തരുന്ന തരത്തിലാണ് അവിടെയുള്ള ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഒരുപാട് കെട്ടുകെട്ടുകളാക്കി അങ്ങോട്ടേക്ക്, അതായത് മാലിന്യ കൂമ്പാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന രീതിയിൽ ആ പ്രദേശം മാറിയിട്ടുണ്ട്. ഏകദേശം 60 ഈ മാലിന്യങ്ങൾ മൊത്തം മാറ്റി അതിൽ നിന്ന് ആളെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ സമയം ഇനിയും അതിക്രമിക്കുകയല്ലേ ഗൂഗിൾ ചെയ്യുക?
തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം, വെള്ളം വറ്റിച്ച് അവിടെ നിന്ന് ഇത് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ക്രെയിൻ എത്തിക്കുക എന്നുള്ളതാണ്. ഈ വാഹനം ഉയർത്തിയതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ക്രെയിൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എന്തായാലും നാട്ടുകാരൊക്കെ അത്തരത്തിലൊരു ആവശ്യമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്, ക്രെയിൻ എത്തിച്ചുകൊണ്ട് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് അവിടെയുള്ള ഈ വേസ്റ്റുകളൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ വൈകുന്നു, മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ല എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രത്തോളം മാലിന്യമാണ് അവിടെ ഉള്ളത്. പക്ഷേ ക്രെയിൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വാഹനത്തെ ഉയർത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഏകദേശം 65 അടിയോളം ഉയരമുണ്ട് ഈ ക്വാറിക്ക്. ക്രെയിനുകളെ ഒക്കെ എത്തിച്ചുകൊണ്ട് അത് സ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ ഏത് രീതിയിലായിരിക്കും പൊക്കാൻ വേണ്ടി സാധിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കൂ. കരിങ്കലുകളൊക്കെ പൊട്ടിച്ചുകൊണ്ടുണ്ടാക്കിയതാണ്. അത് ധാരാളം വെള്ളവുമുണ്ട്. വെള്ളത്തിന്റെ അളവ് എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ധാരണയില്ലെങ്കിൽ കൂടിയും ഒരു ക്രെയിൻ, ഒരു മിനി വാഹനം, ഈ പറഞ്ഞ പോലെ മുളക് പൊടി പോലെയുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചെറിയ മിനി വാഹനമാണ്. പക്ഷെ അത് പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട്. ഈ വേനൽക്കാലത്തും അത്രയധികം വെള്ളത്തിനടിയിലേക്ക് താണിട്ടുണ്ടെങ്കിൽ അവിടെ ധാരാളമായി വെള്ളം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വെള്ളമുണ്ട് എന്നതിനെ സംബന്ധിച്ച മറുപടി തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിന്റെ സ്വഭാവം എന്ത് എന്നറിയില്ല. ഈ പറഞ്ഞതുപോലെ മാലിന്യങ്ങളൊക്കെ കൊണ്ടിട്ടത് കൊണ്ടും ഈ പറഞ്ഞതുപോലെ ആ പ്രദേശത്തുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളം, മഴക്കാലത്ത് വെള്ളവും ചളിയും ഉൾപ്പെടെയുള്ളവ വന്നൊഴുകി എത്തുന്നതും ഈ പറഞ്ഞ കുളത്തിലേക്കാണ്. അതിനാൽ തന്നെ രക്ഷാദൗത്യം ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ക്രെയിൻ എത്താൻ വൈകുന്നത് അതെന്തുകൊണ്ടാണ് ഗൂഗിൾ? നേരത്തെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണോ ഇത്തരത്തിൽ വൈകാൻ കാരണമാവുന്നതിനെ സംബന്ധിച്ച ഒരു സംശയം നിലവിലുണ്ട്. കാരണം 2 മണിക്കൂറോളം ആകുന്നു, 1 മണിക്കാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിലും ആ സമയത്ത് തന്നെ വിവരം തിരൂർ ഫയർഫോഴ്സ് യൂണിറ്റ് വിവരങ്ങൾ എത്തിയിരുന്നെങ്കിലും ഈ ക്രെയിൻ എത്താത്തത് ഒരു വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്നാണ് ഈ എത്താൻ വൈകുന്നതിനെ സംബന്ധിച്ച ആ ഒരു മറുപടി നമുക്ക് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ നേരത്തെ ഇതിന്റെയൊക്കെ ആവശ്യമില്ലാതെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാമെന്നൊരു ഉണ്ടായതിനാലാകാം വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സ്ഥിരീകരിച്ചൊരു വിവരമല്ല. പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങുകയും അതിന്റെ ഒരു വ്യാപ്തിയൊക്കെ മനസ്സിലാക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആളെ പുറത്തെടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇതിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ക്രെയിൻ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം ക്രെയിൻ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ വൈകുന്തോറും ഈ പറഞ്ഞതുപോലെ അതിനകത്തൊരു ജീവനുണ്ടോ എന്നൊരു ആശങ്ക, വലിയൊരു ഭീതി സൃഷ്ടിക്കുന്നു, വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കാൻ ഒരുങ്ങുകയാണ്. 2-3 ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇതിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ നീക്കി അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള സമയങ്ങൾ, ഇനിയുള്ള നിമിഷങ്ങളിൽ അത്രയേറെ വിലപ്പെട്ടതാണ്. എത്രയും പെട്ടെന്ന് ആ വാഹനം ഉയർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങി പറഞ്ഞതുപോലെ ഈ ഡോറൊക്കെ ജാമായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു പരിശോധനയൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനൊരു പ്രയാസം നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ആരൊക്കെ എത്തിയിട്ടുണ്ട് ഗൂഗിൾ? സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകില്ലേ കാര്യങ്ങൾ? ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ട്. തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് അവിടെ എത്തിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പക്ഷേ പലതരത്തിലുള്ള ആശങ്കകൾ ഉള്ളതിനാൽ തന്നെ അതിനകത്തേക്ക് ഇറങ്ങി, അതായത് വെള്ളത്തിനകത്തേക്ക് ചാടി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു സമയമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ആ മാലിന്യങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞതുപോലെ ഇതിനകത്തേക്ക് ഇറങ്ങുക എന്ന് മനസ്സിലാക്കുന്നു. വാഹനത്തിന് എത്രത്തോളം അപകടമാണ് പറ്റിയത് എന്നതിനെ സംബന്ധിച്ചും ഒരു ബോധ്യമില്ല. കാരണം വെള്ളത്തിനടിയിലായതിനാൽ തന്നെ എന്താണ് സംഭവിച്ചത്, വാഹനത്തിന്റെ ഡോർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, പുറത്തിറക്കാനുള്ള സംവിധാനങ്ങൾ ലോക്കാണോ എന്നതിനെ സംബന്ധിച്ച കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ തിരൂരിൽ നിന്ന് ഉള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇവിടെ ഉള്ളത്. നാട്ടുകാരുടെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പ്രദേശവാസികളായതിനാൽ തന്നെ ഈ കുളത്തിന്റെ ഏകദേശം ഒരു സ്വഭാവമൊക്കെ അറിയാം. പക്ഷെ ഏറെ നാളെ ഉപയോഗിക്കാത്തതാണ്, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം. എങ്ങനെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാം, ഏത് രീതിയിൽ അതിനെ പുറത്തെടുക്കാം എന്നതിനെ സംബന്ധിച്ച ഒരു ധാരണയില്ല. കരിങ്കൽ പൊട്ടിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു കുളം അവിടെ വെള്ളം നിറഞ്ഞതിന് ശേഷം ഈ രീതിയിലായിരിക്കുന്നു. അതിലേക്ക് നാട്ടുകാരും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് വേസ്റ്റ് ഇട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതാണ് ഇത് 65 അടിയോളം താഴ്ചയുള്ള ഒരു ക്വാറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ലോറി ഇത് നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നുണ്ടോ? ഇത് പൂർണ്ണമായും പുറത്തെടുക്കാതെ അതിനകത്തുണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ പുറത്തെടുക്കാൻ കഴിയില്ല എന്നാണോ? 65 അടി താഴ്ചയുണ്ട് ഈ കോറിക്ക്. അതായത് ഈ പറയുന്ന മുകളിൽ നിന്ന് താഴേക്ക് 65 അടിയോളം ഉണ്ട്. ഇതിന് അടിയിലേക്ക് വെള്ളത്തിന്റെ അളവ് എത്രയാണ് എന്നതിനെ സംബന്ധിച്ച്, എത്ര ആഴമുണ്ട് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലാണ് ഒരു വ്യക്തത നമുക്ക് ഇല്ലാത്തത്. പക്ഷെ ലോറി പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. നിസാന്റെ വാഹനമാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു മിനി ലോറിയാണ്. വലിയ തടികളൊന്നും കൊണ്ടുപോകുന്ന തരത്തിലുള്ള ലോറിയല്ല, ഒരു മിനി ലോറിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും
എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.